മൂവാറ്റുപുഴ ആർട്ട് ഗാലറിയുടെ ആഭിമുഖ്യത്തിൽ പാലം പെയിന്റിംഗ് എക്സിബിഷൻ സംഘടിപ്പിച്ചു. അധ്യാപകനും പ്രഭാഷകനും തിരക്കഥാകൃത്തുമായ ജിനീഷ് ലാൽരാജ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ആർട്ട് ഗാലറിയുടെ 9ാമത് ചിത്രപ്രദർശനത്തിന് തുടക്കമായി. കേരളത്തിലെ പ്രശസ്ത 6 ചിത്രകാരന്മാരുടെ ചിത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഇന്നു മുതൽ ആരംഭിച്ചു. 20 ദിവസമാണ് പ്രദർശനം നടക്കുന്നത്. പ്രശസ്ത സാഹിത്യ നിരൂപകനും പ്രഭാഷകനും അധ്യാപകനുമായ ജിനീഷ് ലാൽരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. ചിത്രകലയുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധരായിട്ടുള്ള ചിത്രങ്ങൾ മാത്രം കണ്ടിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഇപ്പോൾ ലിയനാർഡോ ഡാവിഞ്ചിയുടെ മൊണാലിസയോ അല്ലെങ്കിൽ പിക്കാസോയുടെ ഗേർണിക്കയോ രാജാരവിവർമ്മയുടെ കുറേ ചിത്രങ്ങളോ ഒക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരു കുട്ടിക്കാലത്ത് നമുക്ക് ചിത്രകലയോടുള്ള ഒരു ആഭിമുഖ്യം ആരംഭിക്കുന്നു. അതേ സമയത്ത് ഈ പ്രിന്റ് മീഡിയയിൽ വരുന്ന അന്നത്തെ വരയ്ക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ഈ പൈങ്കിളി എന്ന് വിളിക്കാത്ത നേരത്തെ പൈങ്കിളി എന്ന് വിളിച്ചിരുന്ന ഇപ്പോൾ മലയാള മനോരമ മംഗളം അങ്ങനെയൊക്കെയുള്ള വാരികകളിൽ വന്നിരുന്ന ഇലസ്ട്രേഷനുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. മനോരമയിൽ വളരെ റിയലിസ്റ്റിക്കായ രീതിയിൽ യഥാർത്ഥമായ രീതിയിൽ വരച്ചിരുന്ന പ്രതാപൻ എന്ന് പറയുന്ന ഒരു ചിത്രകാരനുണ്ടായിരുന്നു. ചിത്രകാരൻ അജ്ഞാതനാണ്, നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ പോലും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം ചിത്രങ്ങളിങ്ങനെ നിരന്തരം കാണുമ്പോൾ അത് മുറിച്ചു വയ്ക്കുക, ശേഖരിക്കുക. ഇപ്പോൾ ക്യൂറേറ്റർ എന്ന് പറയുന്ന ആ ക്യൂറേറ്റർ പണി നമ്മൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു ആ ചിത്രങ്ങളിങ്ങനെ ശേഖരിച്ച് ഒരു ഫയൽ പോലെ അടുക്കിയടുക്കി വയ്ക്കുക. വ്യാപാരി വ്യവസായ സമിതി മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ഗോപകുമാർ പാറപ്പാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചിത്രകാരന്മാരായ RN നമ്പൂതിരി, സുരേന്ദ്രൻ, കാർത്തിയായൻ, ഡോക്ടർ ഐസക് ടി ചെറിയാൻ എന്നിവർ പങ്കെടുത്തു. ഐസക് നെല്ലാടാണ് ക്യൂറേറ്റർ. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.